ഇൻഡയറക്റ്റ് ആയിട്ട് നോക്കൂ, തകർന്നു കിടന്നിരുന്ന ആരോഗ്യ രംഗത്തെ മെച്ചപ്പെടുത്തി എന്നുള്ളതാണ് LDF പോയിന്റ്. ഇപ്പോൾ കഴിഞ്ഞ 10 കൊല്ലം ഒന്നും സംഭവിച്ചില്ല എന്ന് നിങ്ങൾക്കും വാദിക്കാൻ കഴിയില്ല. ധാരാളം കാര്യങ്ങൾ, അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, ആ സ്റ്റാറ്റിസ്റ്റിക്സ് അവൈലബിൾ ആണ്. ഞാനിപ്പോൾ അത് ഓരോന്നായി ആപ്പിൾ ടു ആപ്പിൾ കമ്പയർ ചെയ്യുന്നുമില്ല. എന്തിനാണ് കേരളത്തിന്റെ പൊതുജനാരോഗ്യ രംഗത്തെ മുഴുവനായും ഈ ഒരു വിഷയത്തിന്റെ പേരിൽ താറടിച്ച് കാണിക്കുന്നത് എന്നുള്ളതാണ് അപ്പുറത്തു നിന്നുള്ള ചോദ്യം. അദ്ദേഹം പറഞ്ഞു ബഡ്ജറ്റ് വിഹിതത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. ഞാൻ അദ്ദേഹം പറഞ്ഞതിന് മാത്രമേ മറുപടി പറയുന്നുള്ളൂ. 10 മിനിറ്റ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടെന്ന് താങ്കൾക്ക് അറിയാമല്ലോ. ബഡ്ജറ്റ് വിഹിതത്തെ കുറിച്ച് പറഞ്ഞു. ഞാൻ ബഡ്ജറ്റ് വിഹിതത്തിന് റെഫറൻസായി ഉപയോഗിച്ചത് ഇപ്പോഴത്തെ മന്ത്രി വീണ ജോർജ് നിയമസഭയിൽ ഇപ്പോഴത്തെ KPCC പ്രസിഡന്റും കണ്ണൂരിൽ നിന്നുള്ള MLA ശ്രീ സണ്ണി ജോസഫിന് കൊടുത്ത മറുപടിയാണ് ഞാൻ വായിച്ചത്. അത് എന്താ അദ്ദേഹം പറഞ്ഞ തെറ്റായ കണക്കുകൾ, അങ്ങനെ തെറ്റായ കണക്ക് നിയമസഭയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സംസ്ഥാനത്തിന്റെ ആരോഗ്യമന്ത്രി കൊടുത്ത കണക്കിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. ഇനി ഞാൻ മുമ്പ് പറഞ്ഞു ബഡ്ജറ്റിൽ വെട്ടിക്കുറവിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്. തിരുവനന്തപുരത്തും മലബാറിലും കൊച്ചിയിലും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ളതാണ്. ഈ 3 ക്യാൻസർ സെന്ററുകളിലേക്ക് ഉള്ള ബഡ്ജറ്റ് അലോക്കേഷൻ 50% വെട്ടിക്കുറച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ? നിഷേധിക്കാൻ കഴിയുമോ? അതിന്റെ കണക്കുകൾ വേണോ? ഞാൻ അയച്ചു തരാം. ഇനി അദ്ദേഹം പറഞ്ഞ വലിയൊരു കണക്ക് താങ്കൾ ശ്രദ്ധിക്കണം അഭിലാഷേ. അദ്ദേഹം പറഞ്ഞ എന്താ, OPയിൽ കഴിഞ്ഞ 9.5 വർഷം കൊണ്ട് 8.3 കോടി രൂപയിൽ നിന്നും 8.3 കോടി പേഷ്യൻസിൽ നിന്നും 13.5 കോടി പേഷ്യൻസായി കൂടി. അദ്ദേഹം പറഞ്ഞ കണക്കാണല്ലോ. എന്നിട്ട് അദ്ദേഹം ഒന്നുകൂടെ പറഞ്ഞു, ഞങ്ങൾ 770 തസ്തികകൾ കഴിഞ്ഞ 9.5 വർഷത്തിനിടയ്ക്ക് ഈ സൃഷ്ടിച്ചു എന്നാണ്. 770. എത്ര രോഗികളുടെ വർധനമാണ് ഉണ്ടായിട്ടുള്ളത്? എത്ര രോഗിയുടെ വർധനമാണ് ഉണ്ടായിട്ടുള്ളത്? അദ്ദേഹം പറഞ്ഞ കണക്കാണ്. ഇനി ആ രോഗികൾ എല്ലാവരും ഇതാ സർക്കാർ സംവിധാനം മെച്ചമായതുകൊണ്ടാണ് ഇവരെല്ലാം ഇങ്ങോട്ട് ഞാൻ സംസാരിക്കട്ടെ, ഇങ്ങോട്ടേക്ക് വരുന്നതാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു അവകാശവാദം. ഇവിടെ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചറിനെ കുറിച്ചൊക്കെ ശ്രീ ശിവശങ്കർ പറഞ്ഞു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ഉണ്ടാകുന്നത് കേരളത്തിലാണ്. ആവറേജ് 7,889 രൂപ. ഇനി സ്വന്തം കയ്യിൽ നിന്നും സ്വന്തം കീശയിൽ നിന്നും പൈസ മുടക്കി ആരോഗ്യരംഗത്തെ ഡോക്ടർമാരെ ചികിത്സിക്കാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരുന്നവരുടെ എണ്ണം ഈ സംസ്ഥാനത്ത് എത്രയാണെന്ന് അറിയാമോ? 68%. വെറും 32% ആളുകൾക്ക് മാത്രമാണ് സർക്കാർ സംവിധാനത്തിലൂടെ ആരോഗ്യ രംഗത്ത് നിന്ന് ചികിത്സ ലഭിക്കുന്നതെന്ന് ഔദ്യോഗികമായ കണക്കുകൾ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് ഈ വാദഗതികൾ ഈ ഗീർവാണം വിട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ സംസാരിക്കുന്ന കണക്കുകളിൽ എവിടെയെങ്കിലും തർക്കമുണ്ടെങ്കിൽ അഭിലാഷിന് ഇടപെടാം. ഔദ്യോഗികമായ കണക്കുകൾ ശരി, ഞാൻ സംസാരിക്കട്ടെ. താങ്കൾ പറഞ്ഞ വിവരക്കേടാ ഞാൻ കേട്ടോണ്ടിരുന്നല്ലേ? ഞാൻ പറയുന്ന കണക്കുകൾ കൊണ്ട് കേൾക്കാൻ ഞാൻ പറയുന്നത് ഔദ്യോഗികമായ എന്തെങ്കിലും ഡോക്യുമെന്റിന്റെ പിൻബലത്തിൽ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. നിഷേധിക്കാൻ കഴിയുമോ? എന്റെ അഭിപ്രായം അങ്ങനെയാണ്. എന്റെ അഭിപ്രായം താങ്കളുടേത് വിവരക്കേടാണെന്നാണ്. കാരണം താങ്കൾ അതിന് ഞാൻ ഉത്തമ ഉദാഹരണമായി പറയുന്നത്, ഞാൻ എന്താ പറയുന്നത്, തെറ്റായ കണക്കുകൾ പറയുന്നതാണ്. ഞാൻ കേരള നിയമസഭയിൽ പറഞ്ഞ കണക്കുകൾ തെറ്റാണെന്ന് താങ്കൾക്ക് തോന്നിയാൽ താങ്കൾ പറയുന്ന വിവരക്കേടെന്ന് ഞാൻ പറയും. അത് പറയാൻ ബാധ്യത എനിക്കുണ്ട്. ഇനി താങ്കൾ പറഞ്ഞു പി ശങ്കരനെ കുറിച്ച്, സിക്കന്ദർ ഭക്തനെ കുറിച്ചൊക്കെ പറഞ്ഞു പോകണമല്ലോ. സിക്കന്ദർ ഭക്ത കേരളത്തിലെ ഗവർണറായിരിക്കുമ്പോൾ അദ്ദേഹം മരണപ്പെടുമ്പോൾ ഞാൻ അന്നാ മെഡിക്കൽ കോളേജ് പറയാൻ നിർത്ത്. താങ്കൾ 11 മണിക്കൂർ കളിച്ചില്ലേ? അവിടെ ഇരിക്കുക, ക്ഷീണം കാണും, ചിലർ ഇരിക്കുക. ഇവിടെ നോക്കൂ, ഇവിടെ സിക്കന്ദർ ഭക്ത് മരിച്ചതുമായി ബന്ധപ്പെട്ട് അന്ന് ആരോഗ്യമന്ത്രി ശ്രീ കടവൂർ ശിവദാസനായിരുന്നു. എനിക്ക് നല്ല ബോധ്യമുണ്ട്. ആ കുടുംബത്തിൽപ്പെട്ട ആരും പരാതി പറഞ്ഞിട്ടില്ല. ഇനി താങ്കൾ പറഞ്ഞു പി ശങ്കരൻ അദ്ദേഹം നിലവിളിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിന് ട്രീറ്റ്മെന്റ് കിട്ടിയെന്ന്. അത് ഓർത്തതുകൊണ്ടാണോ നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പൊ അമേരിക്കയിൽ പൊക്കോണ്ടിരിക്കുന്ന മുട്ടിന് അങ്ങനെയൊന്നും പറഞ്ഞു പോകരുത്. നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പോഴും മുട്ടിന് പോകുന്നത് എവിടെയാ? അമേരിക്കയിലേക്കല്ലേ? ഇത്രയും വലിയ മെച്ചമുണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് നിങ്ങൾ പോകുന്നത്? ഞങ്ങൾ പോകാറുണ്ട്. ഞങ്ങൾക്കറിയാം ഈ ഇന്ത്യയിലെ കമ്പാരിറ്റീവ്ലി കേരള സംസ്ഥാനമാണ് ആരോഗ്യരംഗത്ത് 1ാം സ്ഥാനത്തെന്നുള്ളത്. ഇപ്പം പിണറായി വിജയൻ വന്നതിന് ശേഷമോ വീണ ജോർജ് വന്നതിന് ശേഷം ഉണ്ടായതല്ല, കാലാകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളതാ. പരാതികളും പരിഭവങ്ങളും പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്. അഭിലാഷിന് അറിയാമോ? കണ്ണേ മടങ്ങുക മാതൃഭൂമി പത്രത്തിലാണ് വന്നിട്ടുള്ളത്. ശ്രീ EK നായനാരുടെ കാലത്ത് ഓർമ്മയുണ്ടോ ആ പടം? തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിലെ 9ാം വാർഡിലെ ഒരു പിക്ചർ വന്നിരുന്നു. താങ്കൾ ഓർമ്മയുണ്ടോ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോഴും ഈ ആരോഗ്യരംഗത്തെ ഇപ്പൊ തകർത്തുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ സർക്കാരാണ്. ഇനി അദ്ദേഹം പറഞ്ഞ ഒരു കണക്കൂടി, മരണനിരക്ക് കുറഞ്ഞു. ശരിയാണ്. ഇന്ത്യയിൽ മരണനിരക്ക് 2015 അപേക്ഷിച്ച് 130-ൽ നിന്ന് 90 കുറഞ്ഞിട്ടുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളും കുറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഭാഗമായി കേരളത്തിലും കുറഞ്ഞിട്ടുണ്ട്. പിന്നെ പല കാര്യങ്ങളും പല കണക്കുകളിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഇല്ലാത്തതുകൊണ്ട് 0. UDFന്റെ കാലത്ത് 0 അടിച്ചു വിടുക മന്ത്രി, വിവരം കെട്ട മന്ത്രി. 0 എന്ന് അടിച്ചു വിടുക. അങ്ങനെ ആയിരുന്നോ കേരളത്തിൽ എല്ലാ സ്ഥാനത്തും 1ാം സ്ഥാനത്തായിരുന്നു. എല്ലാ ഇൻഡെക്സിലും 1ാം സ്ഥാനത്തായിരുന്നു. അങ്ങനെ ആകണം. അതിനൊരു തർക്കവും വേണ്ട, ഞങ്ങൾക്ക് തർക്കവുമില്ല. ഇവിടെ ഓരോ കാര്യത്തെ സംബന്ധിച്ചും കാരുണ്യ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മരുന്ന് കമ്പനികൾക്ക് ഇപ്പോഴും നിങ്ങൾ കൊടുക്കാനില്ലേ 693 കോടി രൂപ? കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡ് കോർപ്പറേഷൻ ഇല്ലേ? എന്തിനാ ഉണ്ടാക്കിയിരിക്കുന്നത്?
മരുന്ന് സംഭരണത്തിനല്ലേ? ഇത്തരത്തിലുള്ള പ്രൊക്വയർമെന്റ് വേണ്ടിയല്ലേ? ഇൻസ്ട്രുമെന്റ്സ് വാങ്ങാനല്ലേ? എന്തേ ഇപ്പോഴത്തെ ഈ ഡോക്ടർ പറയേണ്ടി വന്നു ഞാൻ 7 മാസം മുമ്പ് കൊടുത്ത പരാതി അതിന്റെ കോപ്പി ഇപ്പോഴും എന്റെ ഉണ്ടെന്ന്? എന്നിട്ട് കണക്കുമായിട്ട് വന്നിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്തരത്തിൽ മരുന്ന് സംഭരണവുമായി ബന്ധപ്പെട്ടായാലും ഏത് രംഗത്തെടുത്താലും ഇവരെ സംബന്ധിച്ച് പൊതു ആരോഗ്യ രംഗത്ത് 1-ാം സ്ഥാനത്താണ്. സൗജന്യ ചികിത്സയിൽ 1-ാം സ്ഥാനത്തെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു സഹോദര. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇപ്പൊ പറയുന്നു 8 കോടിയിൽ നിന്നും 13 കോടിയിലേക്ക് കഴിഞ്ഞ 9 വർഷം കൊണ്ട് പേഷ്യൻസ് ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തുന്നവർ കൂടി. പിന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കണക്ക് തന്നെ മന്ത്രി പറയുന്നുണ്ട് ഇരട്ടിയായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ഇത്രയും പേഷ്യൻസ് വരുന്നത്? അവിടെ താഴോട്ടുള്ള ജില്ലാ ആശുപത്രിയിലോ താലൂക്ക് ആശുപത്രിയിലോ പ്രൈമറി ഹെൽത്ത് സെന്ററിലോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലോ അതിന്റെ പേര് അവർ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അവിടെയൊക്കെ അടിസ്ഥാനപരമായി കൊടുക്കേണ്ട ചികിത്സ പോലും കൊടുക്കാൻ കഴിയാത്തത് മൂലം അവരെ എല്ലാം റെഫർ ചെയ്യുകയാണ് മെഡിക്കൽ കോളേജിലേക്ക്. മെഡിക്കൽ കോളേജിലേക്ക് പേഷ്യൻസിനെ റെഫർ ചെയ്യുന്നതിന് ഒരു അടിസ്ഥാനവുമില്ല. കാരണം താഴെ ഇരിക്കുന്ന ഡോക്ടർമാർക്ക് അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇതൊക്കെ നമ്മുടെ വസ്തുതയായിരിക്കെ ഞാനും അഭിലാഷും ഈ സജീഷിനെ ഞാൻ വെല്ലുവിളിക്കുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഏത് വാർഡിലാണ് പേഷ്യൻസ് താഴെ കിടക്കാത്തത്? തറയിൽ കിടക്കുകയല്ലേ പായ വിരിച്ച്? ഇന്നും പത്രങ്ങളിൽ വന്നിട്ടില്ലേ ഫോട്ടോസ്? ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. അപ്പോ 9.5 വർഷം, ഒരു പതിറ്റാണ്ട് കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾ സർക്കാർ അധികാരത്തിൽ വന്നിട്ട്. ഈ ഒരു പതിറ്റാണ്ട് കൊണ്ട് പോലും നിങ്ങൾക്ക് ഇതുപോലും മാറ്റാൻ കഴിയാത്ത ഇത്രയേറെ നമുക്ക് എന്താ പറയുന്നത് നമ്മുടെ പിന്നെ സാക്ഷരത രംഗത്തും ആരോഗ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തൊക്കെ മുന്നോട്ട് പോയി എന്ന് പറയുന്ന സംസ്ഥാനത്ത് മെഡിക്കൽ കോളേജിൽ ഇപ്പോഴും പായ വിരിച്ച് തറയിൽ കിടക്കേണ്ടി വരുന്ന സാഹചര്യം 10 വർഷം കഴിഞ്ഞ് ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവിടെ മരുന്ന് കൊടുക്കാത്തതിന്റെ പേരിൽ മരുന്ന് കൊടുക്കാൻ കഴിയാതിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അഭിലാഷ് ഒറ്റ മിനിറ്റ് അഭിലാഷേ, ഞാൻ അഭിലാഷിന് ഇപ്പോൾ ഒരു പിന്നെ മെഡിക്കൽ കോളേജിൽ മരുന്ന് മേടിച്ചു കൊടുത്ത ഒരു പിന്നെ ബില്ല് കൊണ്ടിട്ടിട്ടുണ്ട്. എന്നെ ഇന്ന് വിളിച്ച ഒരു പേഷ്യന്റ് ആണ്. ആ പേഷ്യന്റിനോട് പറഞ്ഞത് എന്റെ ബ്ലഡ് പരിശോധിക്കാനുള്ള സ്ട്രിപ്പ് വാങ്ങുന്നത് പോലും എന്നെ കൊണ്ടാണ് വാങ്ങിച്ചത്. അതിന്റെ ബില്ല് ഞാൻ അയച്ചു തരാം, സാർ ചർച്ചയ്ക്ക് പോകുന്നതിലൊന്ന് പറയണമെന്ന് പറഞ്ഞു. ഞാൻ അഭിലാഷിന് ഇട്ടിട്ടുണ്ട്, അഭിലാഷിനെ കണ്ടാൽ മനസ്സിലാകും അത്. അപ്പോൾ മെഡിക്കൽ കോളേജിൽ പ്രാഥമികമായി ബ്ലഡ് പരിശോധിക്കുന്നതിനുള്ള സ്ട്രിപ്പ് പോലും പേഷ്യൻസിനെ കൊണ്ട് മേടിപ്പിക്കുക. കഷ്ടം. അതിന്റെ ബില്ല് ഞാൻ അഭിലാഷിട്ടുണ്ട്, ഔദ്യോഗികമായി ആധികാരികമായിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത്രയും കുത്തഴിഞ്ഞ ഒരു സംവിധാനം, ആരോഗ്യ സംവിധാനം ഈ സംസ്ഥാനത്തുണ്ടാകുമ്പോൾ ഞങ്ങൾ 1-ാം സ്ഥാനത്താണ്, ഞങ്ങൾ മെച്ചപ്പെട്ടതാണ്, ദാ കണ്ടോ പിടിച്ചു കെട്ടി എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിച്ചു തരാൻ പറ്റുമോ? അപ്പോൾ ഈ സംസ്ഥാനത്തെ ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണ് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാ സാമ്പത്തികമായ പിരിമുറുക്കം, കെടുകാര്യസ്ഥത, മിസ്മാനേജ്മെന്റ്, ഡോക്ടർമാരുടെ അഭാവം, അതുപോലെ തന്നെ പാരാമെഡിക്കൽ സ്റ്റാഫുകളുടെ അഭാവം, ഇതെല്ലാം ഇല്ല. ഞാൻ ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. പക്ഷേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു രോഗമാണ് ക്യാൻസർ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പതോളജി ഡിപ്പാർട്ട്മെന്റിൽ ക്യാൻസറിന്റെ ബയോപ്സി പരിശോധിക്കാൻ വേണ്ടി ഉറപ്പുവരുത്താൻ വേണ്ടി ബയോപ്സി എടുത്തു കഴിഞ്ഞാൽ 3 മാസം കഴിഞ്ഞിട്ട് പോലും അതിന്റെ റിസൾട്ട് കൊടുക്കാൻ കഴിയുന്നില്ല. അഭിലാഷേ, എന്നെ നിഷേധിക്കുമെങ്കിൽ നിഷേധിക്കട്ടെ. CT സ്കാൻ എടുത്താൽ CT സ്കാൻ എടുക്കാൻ പോകുന്നിടത്ത് ഏറ്റവും ചുരുങ്ങിയത് 6 മണിക്കൂർ വരെ ക്യൂ നിൽക്കേണ്ടി വരുന്നുണ്ട്. റിസൾട്ട് എപ്പോഴെങ്കിലും കിട്ടുന്നത് എന്തുകൊണ്ടാ? റേഡിയോ ഡയഗ്നോസിസുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാരുടെ അഭാവം. അപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ കുറ്റമാണോ? തീർച്ചയായും ഞാൻ ഒരു ഒരുപാട് കാലതാമസമുണ്ട്, ശരിയാണ്. ഇതിനൊക്കെ സാധാരണ ഒരു മെഷീൻ ഉള്ളതേ. അതെ, ഒരുപാട് മെഡിക്കൽ കോളേജിൽ 6-7 കോടി രോഗികൾ വരുന്നിടത്ത് ഒരു മെഷീൻ വെച്ചുകൊണ്ട് എങ്ങനെ നടത്താൻ കഴിയാം? ഒരുപാട് കാലതാമസം, ഇതൊക്കെ പ്രശ്നമാണ്.